ഓട്ടോറിക്ഷ പ്രസ്ഥാനം വളരെ മോശമാണ്. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് പോകുന്നുണ്ട്. നല്ല കോമ്പറ്റീഷൻ ആണല്ലേ? കോമ്പറ്റീഷൻ ആൾക്കാരൊക്കെ ഓഫറൊക്കെ കൊടുത്ത്. ഡ്രൈവറാണല്ലേ? ഹബീബ് റഹ്മാൻ. നമ്മൾ നേരത്തെ സംസാരിച്ചു, ഗ്ലൈഡർ ഓടിക്കണല്ലേ? ചേട്ടൻ അർബാനിയ അല്ലേ? പ്രതീക്ഷ നേരത്തെ പറഞ്ഞു. നമസ്കാരം. വണ്ടി മച്ചാനാണ്. വണ്ടി മച്ചാൻ എന്നുള്ളതേ നമ്മുടെ കൊല്ലങ്കോടാണ് കേട്ടോ, നമ്മുടെ സ്വന്തം കൊല്ലങ്കോട്. അപ്പോൾ കൊല്ലങ്കോട് വന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ സുഹൃത്തിൻ്റെ വണ്ടിയായ YRT ഹോൾഡേഴ്സിൻ്റെ ഒരു ഗ്ലൈഡർ വണ്ടിയുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കുറേ ആയി നമ്മൾ കാണിക്കണമെന്ന് വിചാരിക്കുന്നു. വണ്ടി ഇറങ്ങിയിട്ട് 1-2 മാസമായി. നമ്മുടെ മേഖല ഇറങ്ങിയ സമയത്ത് ഇറങ്ങിയ വണ്ടിയാണ്. അപ്പോൾ അന്ന് ഞാൻ എടുക്കാൻ വിചാരിച്ചത്, പക്ഷേ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പോഴാണ് സൗകര്യം കിട്ടിയത്. അപ്പോൾ നമ്മുടെ YRTയുടെ വിശേഷങ്ങളായിട്ട് വണ്ടി വശം വന്നിരിക്കുകയാണ്. അപ്പോൾ അത് കണ്ടാലോ നമുക്ക്. കൊല്ലങ്കോടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗ്രാമമാണ് കേട്ടോ. അതായത് ഭംഗിയുള്ള ഒരു ഗ്രാമം ആണ് കൊല്ലങ്കോട്, നിങ്ങളൊക്കെ അറിയണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഇത് ഗോവിന്ദാപുരം പോണ റോഡാണ് കേട്ടോ. പൊള്ളാച്ചി ഗോവിന്ദാപുരമൊക്കെ പോയില്ലേ? അപ്പോൾ അതിൻ്റെ സൈഡിൽ തന്നെയാണ് ഇവരുടെ ഷെഡ് വരുന്നത്. ഈ കാണുന്നതാണ് അവരുടെ ഷെഡ്. നമുക്ക് ഓരോരോ വണ്ടികളായിട്ട് കാട്ടിത്തരാം. അത് നെല്ലിയാമ്പതി കുന്നിൻ്റെ താഴ്വരയാണ് കാണുന്നത്. ആ മോൾ ഭാഗം കാണുന്നത് നെല്ലിയാമ്പതി കുന്നാണ്. അതിൻ്റെ താഴ്വരയിലാണ് ഇവരുടെ സ്ഥലം വരുന്നത്. മുതലമട എന്നൊക്കെ പറയില്ലേ, അതിൻ്റെ മുതലമട, ഏകദേശം മുതലമടയുടെ ഭാഗത്താണ് കേട്ടോ ഇവരുടെ ഷെഡ്. അപ്പോൾ ഞാൻ ഇവിടെ എത്തുമ്പോൾ ഒരു 4 മണി നേരമായി കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ട്, നമ്മുടെ ഈ വണ്ടിയിലത്തെ ക്രൂ മെമ്പേഴ്സ് എല്ലാവരും കൂടെ നിൽക്കുന്നുണ്ട്. ഓരോരോ വണ്ടികളായിട്ട് കാട്ടിത്തരാം. അപ്പോൾ നമ്മളെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു. നമ്മുടെ ഒരു വിശാലമായിട്ടുള്ളൊരു സ്ഥലമൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ കൊല്ലങ്കോട് വരികയാണെങ്കിൽ ഇപ്പോൾ ആ ഒരു ഏരിയ ഉണ്ടോ, നമ്മുടെ നെല്ലിയാമ്പതി താഴ്വരയുടെ ആ ഭാഗമാണ് കേട്ടോ. സീതാർകുണ്ട് വ്യൂ പോയിന്റ് എന്നൊക്കെ പറയില്ല, അതിൻ്റെ താഴെയൊക്കെ നല്ല പാടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ അവിടെയൊക്കെ ഇട്ടിട്ട് എടുക്കുകയാണെങ്കിൽ അടിപൊളിയാവും. പക്ഷേ എല്ലാ വണ്ടിയും നമുക്ക് അവിടെ ഇടാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് താഴെ പോകുന്നു കേട്ടോ. കരിമ്പനൊക്കെ നിൽക്കുന്നുണ്ടോ. അപ്പോൾ ഇവിടെ എല്ലാ വണ്ടികളും നമ്മൾ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 വണ്ടി നമ്മളിങ്ങോട്ട് നീക്കിയിട്ടുണ്ട്. അത് പ്രീമിയം കാറ്റഗറി മോഡൽ വണ്ടികളാണ്. അപ്പോൾ നമ്മൾ എല്ലാറ്റിനും ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഇത് നമ്മുടെ സെഡ് അസ്ത്ര എന്ന് പറഞ്ഞ മോഡലിൽ വരുന്ന വണ്ടിയാണ്.
YRT ഹോൾഡേഴ്സിൻ്റെ സെഡസ്ട്ര. ഇത് പുതിയ മോഡൽ, പുതിയ വണ്ടി തന്നെയാണ് കേട്ടോ. അപ്പോൾ അധികം പഴക്കമൊന്നുമില്ല, ഒരു പുത്തൻ വണ്ടി തന്നെയാണ്. അപ്പോൾ സെഡസ്ട്രയെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. പ്രകാശ് ബോഡിയാണ് അത് കെട്ടിയിട്ടുള്ളത്. അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണതായിരിക്കും. അപ്പോൾ കൂടുതൽ ഞാൻ പറഞ്ഞ് വെറുപ്പിക്കണമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് മാത്രം. സിംഗിൾ വൈറ്റ് കളറിൽ ഇങ്ങനെ വന്നേക്കണേ, കൂടുതൽ പരിപാടികളും ചെയ്തിട്ടില്ല. പക്ഷേ അത്യാവശ്യം സെറ്റ് വർക്ക് കാര്യങ്ങളൊക്കെ ഈ വണ്ടിക്ക് ഉണ്ട് കേട്ടോ. അത് നമ്മുടെ ഓണർ ചേട്ടൻ നമ്മുടെ അടുത്ത് പറഞ്ഞു. പിന്നെ അവിടെ നിന്ന് വരികയാണെങ്കിൽ പിന്നെ ഇവിടെ ഒരു നമ്മുടെ പ്രകാശിൻ്റെ വേഗ മോഡൽ വണ്ടി കിടക്കുന്നുണ്ട്. വേഗ ഫ്രണ്ടിൻ്റെ ഡിസൈൻ കണ്ട വേഗയുടെ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഡിസൈൻ പാറ്റേണും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ലിപ്പ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വെള്ളച്ചിക്കുട്ടി എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. റോക്കി ബായ്, അത് ജെല്ലിക്കെട്ട് 2.0 എന്നാണ് കേട്ടോ ആ വണ്ടിയുടെ പേര് വരുന്നത്. റോക്കി ബായ് ആണ് ഇത്. പിന്നെ ഇത് ഗോഡ്സില. ഇത് നമ്മുടെ ഓജസിൻ്റെ ബോഡിയാണ്. ഓജസ് ബോഡി കിട്ടിയിട്ടുള്ള വണ്ടിയാണ്. 34 സീറ്റ് വണ്ടിയാണിത്. ഇത് കെപ്പല്ലയുടെ ഒക്കെ ചെറിയൊരു ഡിസൈൻ പോലെ തോന്നൂല്ലേ, അതാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ്. എന്ത് നല്ല രസമുണ്ടായിരുന്നല്ലേ. കുട്ടി വണ്ടിയാണെങ്കിൽ നല്ല ഓജസിൻ്റെ ഒരു ബോഡി എന്ന് പറഞ്ഞാൽ നമ്മൾ വില വലിപ്പം തോന്നിക്കും ചെറുവണ്ടിയാണെങ്കിലും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നമ്മുടെ ഓണറും എല്ലാവരും ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ ട്രാവലർ കിടക്കുന്നുണ്ട്. ടെമ്പോ ട്രാവലർ 26 സീറ്റാണ് ഈ കിടക്കുന്നത്. അപ്പോൾ ഇവർക്ക് ഓട്ടങ്ങൾ കാര്യങ്ങളൊക്കെ പാക്കേജ് കാര്യങ്ങളൊക്കെ കൊടുക്കുക. കൊല്ലങ്കോട് തന്നെയാണ് സ്ഥലം വരുന്നത്. പാലക്കാട് ഏരിയയിൽ തന്നെ ആദ്യത്തെ അല്ലെങ്കിൽ രണ്ടാമത്തെ പ്രീമിയം വണ്ടിയായ ഗ്ലൈഡർ ഇവർ പുത്തൻ വണ്ടി എടുത്ത് ബോഡി കിട്ടിയിട്ടുള്ളത് ഇവരായിരുന്നു കേട്ടോ. YRT ഗ്രൂപ്പാണ് സെക്കൻഡ് വണ്ടി വന്നിട്ടുള്ളത്. ഇത് 17 സീറ്റ് ട്രാവലറാണ് ഈ കിടക്കുന്നത്. ഇതും പുതിയൊരു വണ്ടി തന്നെയാണ്. ഇതിലും അത്യാവശ്യം എല്ലാ വണ്ടിയിലും സെറ്റ് വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെന്താ സമയത്തിൻ്റെ കുറച്ച് ബുദ്ധിമുട്ട് കാരണം അതിലൊന്നും ഉള്ളിൽ കയറി ഒരു വണ്ടിയിലും ഞാൻ കാണിക്കണില്ല. കാരണം എന്താ വെച്ചാൽ സമയം നമ്മുടെ ഒരുപാട് ലെങ്ത്ത് കൂടിപ്പോകും വീഡിയോ. അതുകൊണ്ട് ഞാൻ അതൊന്നും കാണിക്കണില്ല. ജസ്റ്റ് എല്ലാവരും ഇത് വണ്ടികളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരണമെന്ന് മാത്രമല്ലോ കേട്ടോ. എന്തായാലും നല്ല വൈബായിരിക്കുന്നുണ്ട് വണ്ടി കാണാനൊക്കെ ആയിട്ട്. 26 സീറ്റും 17 സീറ്റും അതുപോലെ തന്നെ 34 സീറ്റ്, അതുപോലെ തന്നെ വേഗ ഡിസൈന്, അതുപോലെ തന്നെ നമ്മുടെ സെഡസ്ട്ര. ഇനി നമുക്ക് പ്രീമിയം കാറ്റഗറി വണ്ടീനെ ഒന്ന് നോക്കിയാലോ. ഇവിടെയാണ് നമ്മുടെ പ്രീമിയം വണ്ടികൾ കിടക്കുന്നത്. അപ്പോൾ ഈ വണ്ടീനെ കുറിച്ച് കാണിക്കാനാണ് സത്യം പറഞ്ഞാൽ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. കൂടുതൽ നമ്മൾ ഈ ഒരു വണ്ടീനെ കുറിച്ചിട്ടായിരുന്നു നമ്മളാൾ ഇറങ്ങിയ സമയത്ത് ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യണമെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് 2 മാസത്തോളം പിന്നെ വണ്ടിക്ക് ഓട്ടും കാര്യങ്ങളൊക്കെ കാരണം നമുക്കതൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പോഴാണ് എന്തായാലും നമുക്ക് പറ്റിയത്. എന്തായാലും സന്തോഷം. എന്തായാലും ഭാരത് ബെൻസ് ഗ്ലൈഡർ, അതായത് ഇത് ഞാൻ പറഞ്ഞു പാലക്കാട് തന്നെ ഇത് 2ാമത്തെ വണ്ടിയാണ് ഈ ഗ്ലൈഡർ. അപ്പോൾ നമ്മുടെ ചേട്ടൻ, ഇതിന് ഓണർ ചേട്ടൻ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഞാൻ ആളെ ഒന്നുകൂടി നമസ്കാരം ചേട്ടാ. നമസ്കാരം. അപ്പോൾ ഇത് എന്താ പേര് പറഞ്ഞത്? നവാസ് എന്നാണല്ലേ. എത്ര വർഷമായി ഇപ്പോൾ ഈ ഫീൽഡിലേക്ക് വന്നിട്ട് നിങ്ങൾ? ഞാൻ 20 വർഷമായി ചേട്ടൻ ഈ ഫീൽഡിൽ. അതെ അല്ലേ, 20 വർഷമായില്ലേ. ഓക്കെ. ഇപ്പോൾ ശരിക്കും എങ്ങനെയുണ്ട് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റ് പ്രസ്ഥാനം വളരെ മോശമാണ്. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് പോകുന്നുണ്ട്. നല്ല കോമ്പറ്റീഷൻ ആണല്ലേ? കോമ്പറ്റീഷൻ ആൾക്കാരൊക്കെ ഓഫറൊക്കെ കൊടുത്ത് കോമ്പറ്റീഷനൊക്കെ ഇഷ്ടംപോലെ. നമ്മുടെ ഈ കൊല്ലങ്കോട് ഭാഗത്ത് നിങ്ങളാണ് ഇപ്പോൾ ഈ ഒരു ഗ്ലൈഡർ 2ാമത് എടുത്തിട്ടുള്ളത് അല്ലേ? കൊല്ലങ്കോടല്ലേ, പാലക്കാട് തന്നെ അല്ലേ? പാലക്കാട് ജില്ലയിൽ 2ാമത്തെ വണ്ടിയാണ്. പാലക്കാട് 2ാമത്തെ വണ്ടിയാണ്. ഓക്കെ. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ പാക്കേജ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നപ്പോൾ എവിടേക്കൊക്കെയാണ്? എല്ലാം പാക്കേജ് ഉണ്ട്. ഫാമിലി പാക്കേജും അതുപോലെ സ്കൂൾ പാക്കേജുകളും കോളേജ് ട്രിപ്പുകളും എല്ലാം ചെയ്യുന്നുണ്ട് അല്ലേ? ഓക്കെ. പിന്നെ ഇപ്പം എത്ര വർഷത്തോളമായി ഉണ്ടാവും ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ വന്നിട്ട്? 20 വർഷത്തോളമായി. 20 ഞാൻ ചോദിച്ചല്ലോ അല്ലേ, 20 വർഷത്തോളമായി. അപ്പോൾ ശരിക്കും ഇതിലിപ്പോൾ ടൂറിസ്റ്റ് ബസ്സിൽ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറേ പേര് ലൈറ്റ് സൗണ്ട് ഒക്കെ വേണമെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്, അടിയിൽ വോക്കൽ വേണമെന്ന്. അപ്പോൾ അതിനെന്താ അഭിപ്രായം, എന്താ എന്തെങ്കിലും ഉണ്ടോ? ചേട്ടാ, അത്യാവശ്യം എല്ലാം വേണം, അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ ഈ വോക്കൽ സിസ്റ്റത്തോട് എനിക്ക് എതിർപ്പാണ്. അത് എന്തായാലും ഗവൺമെന്റ് ഇപ്പോൾ നിലവിൽ ഒഴിവാക്കിയിട്ടുണ്ട്. ഇന്നലെ 13-ാം തീയതി STA മീറ്റിംഗ് ഉണ്ടായിരുന്നു. അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറഞ്ഞാൽ എൻ്റെ വണ്ടികളൊക്കെ ഒഴിവാക്കി. അത് എനിക്ക് താല്പര്യമില്ലാത്തൊരു കേസായിരുന്നു. ലൈറ്റ് അത്യാവശ്യം ലൈറ്റും ഫ്രണ്ടിലുള്ള ബോർഡും അതും പാടില്ല. അതൊക്കെ നമ്മൾ ഒഴിവാക്കി തുടങ്ങിയിട്ടില്ല, ഓരോ വണ്ടിയായിട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ സൗണ്ട് ഒക്കെ എങ്ങനെ അത്യാവശ്യം വെക്കാൻ? സൗണ്ട് അല്ല, നമ്മളെ വർമാസിന്റെ സെറ്റാണ്. സൗണ്ട് അല്ല, ഇപ്പൊ സൗണ്ട് വെക്കണോണ്ട് കുഴപ്പമില്ല. സൗണ്ടിന്റെ കാര്യത്തിലൊന്നും പറഞ്ഞിട്ടില്ല, സൗണ്ടിന്റെ കാര്യത്തിലൊന്നും പറഞ്ഞില്ല. മാന്യമായ സൗണ്ട് നമ്മളെല്ലാ വണ്ടിയിലുള്ളൂ. അത്യാവശ്യം ആൾക്കാർക്ക് എൻജോയ് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും വണ്ടിക്കകത്തുണ്ട്. നമ്മൾ പാക്കേജ് ഒക്കെ എവിടേക്ക് സ്വന്തം പാക്കേജാ ചെയ്യാറുണ്ട്? സ്വന്തം പാക്കേജ് ചെയ്യാറുണ്ട്. നമ്മളെ മൈസൂര്, അങ്ങനെ തിരുവനന്തപുരം, മൂന്നാർ, വാഗമണ്ണ്,
ഇടുക്കി അങ്ങനെ എല്ലാ സ്ഥലത്തേക്കും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒന്നുമില്ല, എല്ലാ കസ്റ്റമർ പറയുന്നത് പോലെ നമ്മൾ എല്ലാ സ്ഥലത്തേക്കും പാക്കേജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ തന്നെ എല്ലാം കോർഡിനേറ്റ് ചെയ്യണത്, എല്ലാം അറേഞ്ച് ചെയ്യണത് നമ്മൾ തന്നെയാണ്. അല്ലാതെ വേറെ മാനേജർ അങ്ങനെ സംഭവം നമ്മളെ സ്റ്റാഫുകൾ തന്നെയാണ്. നമ്മുടെ സ്റ്റാഫുകൾ നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ പിന്നെ ഒരു മാനേജറിന്റെ ആവശ്യമില്ലല്ലോ, അവന്മാർ തന്നെ എല്ലാം നോക്കിക്കോളും. അതുകൊണ്ട് നമുക്ക് ആ ഒരു ഇതുണ്ട്. ശരിക്കും ഇപ്പൊ 20 വർഷത്തിന്റെ ഉള്ളില് ശരിക്കും പലരും പറയുമ്പോൾ വണ്ടി പ്രസ്ഥാനം മോശമാണെന്നൊക്കെ, നിങ്ങൾക്ക് എന്താ തോന്നിയിട്ടുള്ളത്? ശരിക്കും കുഴപ്പമില്ല, നമുക്ക് വണ്ടി പ്രസ്ഥാനം ഒരു മോശം, നമ്മൾ നല്ല രീതിക്കാണ് ഇത് കൊണ്ടുപോകുന്നത്. നമ്മളൊരു എന്താ പറയാ, നല്ല രീതിക്ക് നമ്മൾ കൊണ്ടുപോകുന്നത്. നമുക്ക് ഇതുവരെ നമുക്ക് നല്ല, ഈ നിമിഷം വരെ നമുക്ക് ഈ വണ്ടി പ്രസ്ഥാനം കൊണ്ട് മോശമൊന്നും വന്നിട്ടില്ല. അല്ലേ? ഓക്കെ ഓക്കെ. നമ്മളിതിന്റെ കൂടെ കിടന്ന് നമ്മൾ തന്നെ കോർഡിനേറ്റ് ചെയ്തതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ലാതെ പോകുന്നു. അതെ അതെ അതെ. ഇപ്പൊ ഇത് ഈ MG ഇപ്പൊ എടുക്കാൻ കാരണം ഇപ്പോ നമ്മുടെ ഈ ഒരു MG നമ്മള് ഗ്ലൈഡർ എടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ, നമ്മളുടെ ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു ലോക്കൽ പ്രദേശമാണ്, കൊല്ലങ്കോടാണ്, പാലക്കാട് ജില്ലയില്. പക്ഷെ എന്നാൽ പോലും നമുക്ക് ട്രിപ്പുകൾ ആയി വരുന്നുണ്ട്. നമുക്ക് കുഴപ്പമില്ല, പുറത്തുനിന്ന് വേളാങ്കണ്ണി പാക്കേജും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. അതുപോലെ അത്യാവശ്യം ട്രിപ്പുകൾ നമ്മൾ ഇവിടുന്ന് ഓടിയിട്ട് ചെന്നിട്ട് ഓടും. നമ്മളെ എല്ലാ സ്ഥലത്തും പോയി ട്രിപ്പ് എടുക്കും. അത്യാവശ്യം നമ്മള് ട്രിപ്പുകളൊക്കെ എടുക്കാറുണ്ട്. വാടകയ്ക്ക് പോകുള്ളൂ, താത്തി ഓടുക അങ്ങനത്തെ പരിപാടി ആരെയും ഇതാക്കിയിട്ട് നമ്മൾ ഓടുക, അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ട്. ഗ്ലൈഡർ എടുക്കേണ്ട മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഏരിയ ഒന്ന് ഒരു മാറ്റം വരുത്താൻ വേണ്ടിയും അത്യാവശ്യം ഒരു പ്രീമിയത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അർബാനിയും ഗ്ലൈഡറൊക്കെ എടുക്കാൻ കാരണം തന്നെ. അർബാനിയ ഈ കൊല്ലങ്കോട് ഏരിയയിൽ ഞങ്ങൾ 2 വണ്ടിയുള്ളൂ, 2 വണ്ടി അർബാനിയായിട്ടുള്ളൂ. നമുക്ക് കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം ഓട്ടമുണ്ട്. നമുക്ക് കുറച്ച് നല്ല പ്രീമിയം കസ്റ്റമറൊക്കെ ഉണ്ട്, അതുകൊണ്ട് അർബാനിക്ക് അത്യാവശ്യം ഓട്ടമുണ്ട്. പിന്നെ ഗ്ലൈഡർ ട്രിപ്പ് ആയി വരുന്നുണ്ട്, നമ്മുടെ ലോക്കൽ പ്രദേശമായതുകൊണ്ട് അത്യാവശ്യം മോശമുണ്ട്, എന്നാലും അത് ആയി വരും. അത്യാവശ്യം പ്രീമിയത്തേക്ക് ആയിക്കൊണ്ടിരിക്കണം, ആക്കിയെടുക്കണം. ഒരു 6 മാസം കൊണ്ട് നമ്മൾ ആക്കിയെടുക്കുന്നുള്ള ഒരു വിശ്വാസമുണ്ട്. പിന്നെ ഈശ്വരൻ പോലെ നടക്കും. എത്ര ബസ് ഉണ്ട് ഇപ്പൊ നമുക്ക്? ബസ് 49 സീറ്റിന്റെ 2 വണ്ടി, പിന്നെ ഭാരത് ബെൻസിന്റെ 45 സീറ്റിന്റെ പ്രീമിയം ഗ്ലൈഡർ സെമി സ്ലീപ്പറാണ്, പിന്നെ 34 സീറ്റിന്റെ ഓജസ് ബോഡി പറഞ്ഞുകൊണ്ട്, പിന്നെ അർബാനിയ 19 സീറ്റിന്റെ വണ്ടി, പിന്നെ 26 സീറ്റിന്റെ വണ്ടി, അങ്ങനെ എല്ലാ വണ്ടിയും ഉണ്ട്. ഇന്നോവ മുതൽ എല്ലാ വണ്ടിയും, എല്ലാ ടൈപ്പ് ഉണ്ട്. അതുപോലെ അർബാനിയ ഇപ്പൊ എടുത്തിട്ട് എത്രയും? അർബാനിയ എടുത്തിട്ട് 1 വർഷം ആയി. അതിനും അത്യാവശ്യം ഓട്ടം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ? അതിന്റെ സർവീസ് കാര്യങ്ങളൊക്കെ എല്ലാ കമ്പനിയാണ്, നല്ലതാണ് അവരുടെ ഫോഴ്സ്, നല്ല സർവീസ്, ഫോഴ്സിന്റെ സർവീസ് നല്ല സർവീസ്. അതുപോലെ ഭാരത് ബെൻസും ടോപ്പ് ആണല്ലേ പറയാല്ലേ? എന്ന് പറയുമ്പോൾ ഒരു പ്രീമിയം ആണ്. അതുപോലെ തന്നെ വണ്ടിയും ഒന്നും പറയാനില്ല. അതിൽ യാത്ര ചെയ്തവര് പിന്നെ വേറെ വണ്ടി കുറിച്ച് ഇങ്ങനെ ആലോചിക്കും. അതെ അതെ, അങ്ങനത്തെ ഒരു ടൈപ്പാണത്. 2x2 കൂടുതൽ ATP നോക്കണില്ല അപ്പൊ? ATP ഇല്ല, ATPന്റെ കാര്യം ഇപ്പോൾ നിലവിലായിട്ടില്ല. നമ്മൾ 49 സീറ്റൊക്കെ കളർ അടിക്കാനുള്ള ഇത് നമ്മളെ സർക്കാർ ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി ഇന്നലെ 13-ാം തീയതി STA മീറ്റിംഗിൽ പ്രഖ്യാപിച്ചല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കളറാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഓക്കെ, വൈകാതെ തന്നെ കളറാക്കൂലേ? ഓക്കെ ഓക്കെ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കാട്ടട്ടെ, എന്നിട്ട് ഞാനോട് വരാം. താങ്ക് യു ഞാനോട് വരാം. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ, അപ്പോൾ ഇതാണ് നമ്മൾ ഈ വണ്ടി എടുക്കേണ്ട ഭാഗമായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ YRT ഹോൾഡേഴ്സ്, അപ്പോൾ ഇതൊരു മെൻഷൻ ചെയ്ത് പറയേണ്ട വണ്ടിയാണ്, കാരണം ഇത് പ്രീമിയം കാറ്റഗറി വണ്ടിയാണ്. ഭാരത് ബെൻസിൻ്റെ ലോഗോ, അതുപോലെ തന്നെ നമ്മുടെ ഹെഡ് ലാമ്പ്സ് 3 പോർട്ടോടുകൂടി. നമ്മളിപ്പോൾ ഒരു 10 ദിവസം മുന്നേ നമ്മുടെ ഒരു വണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വണ്ടിയുടെ പേരെന്താ, കിഷോർ ട്രാവൽസ്. അത് സ്ലൈഡിങ് ഗ്ലാസ് വണ്ടിയായിരുന്നു. നമ്മൾ ആ സ്ലൈഡിങ് ഗ്ലാസ് വണ്ടി ഇപ്പോൾ ഈ വണ്ടിയുടെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഫിക്സഡ് ആണ്. വേറൊരു കാര്യമുണ്ട്, ഇപ്പോൾ ഫിക്സഡ് ഗ്ലാസ് വണ്ടി കാണാനാണ് ഭംഗി, അത് വേറൊരു കാര്യം. ഫിക്സഡ് ഗ്ലാസ് വണ്ടി കാണാനാണ് ഭംഗി, അതൊരു സ്റ്റാൻഡേർഡ് ലുക്ക് സംഭവം ഈ ഫിക്സഡ് ഗ്ലാസ് വണ്ടി കാണാൻ തന്നെയാണ് കേട്ടോ. പക്ഷേ സൈഡിങ് ഗ്ലാസ് ചില ആൾക്കാർക്ക് അതിനോട് താല്പര്യം വരും, അപ്പോൾ അത് ചെയ്യും. പിന്നെ അന്ന് പറഞ്ഞല്ലോ, റേറ്റ് താത്തി ഓടാനൊക്കെ ആയിട്ട് പറ്റും. ഇപ്പോൾ ഈ വണ്ടി AC ഓട്ടം മാത്രമല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഇതൊരു പ്രീമിയം വണ്ടിയാണ്. അത്യാവശ്യം റേഞ്ച് കൂടിയ റേറ്റ് അത്യാവശ്യം കിട്ടിട്ട് ഓടിച്ചാലേ മുതലാവുള്ളൂ. അപ്പോൾ YRT ഹോൾഡേഴ്സ് എന്നുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. ഐദിൻ, അസ്വിൻ എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ മക്കളുടെ പേരൊക്കെ കൊടുത്തിട്ടുണ്ട്. ഭാരത് ബെൻസിൻ്റെ ലോഗോ, ഹണികോം ഗ്രില്ല് കാര്യങ്ങളൊക്കെ, അടിയിൽ LED ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ പഴയ വീഡിയോയിൽ നമ്മൾ ചെയ്തപ്പോൾ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൂടുതലായിരിക്കും കിടക്കണില്ല. നമ്മുടെ ഗ്ലൈഡർ വണ്ടികൾ കുറേ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് കൂടുതൽ ഞാൻ എടുത്ത് കാണിക്കാതെ. അർബാനിയാണ് ഈ കിടക്കുന്നത്. ഇതും ഒരു പ്രീമിയം വണ്ടിയാണ് കേട്ടോ അവരുടെ. അപ്പോൾ നമ്മളും ഒരുപാട് അർബാനികൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു 4-5 അർബാനി ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു അർബാനിയുടെ വീഡിയോ ഞാൻ അപ്ലോഡ് തന്നെ ചെയ്തില്ല, അന്ന് വ്യൂസ് കുറച്ച് കുറവായിരുന്നു, അത് കാരണം. അപ്പോൾ ഇതാണ് അർബാനിയ. അതും മറ്റേ വണ്ടിയും
അതൊരു പ്രീമിയം കാറ്റഗറി. 2 വണ്ടികളാണ് ഇപ്പോൾ ഇതിൽ. മറ്റേന്ന് ഞാൻ മാറ്റിയിട്ടേക്കണ വേറെ ഒന്നല്ല, ഇത് ഒരു പ്രീമിയത്തിൽ പെട്ടിട്ടുള്ള 2 വണ്ടികളാണ്. അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കയറി കാട്ടിത്തരാം, പിന്നെ അർബാനിയും കാട്ടിത്തരാം. ജസ്റ്റ് ഒന്ന് ഈ വണ്ടിയുടെ ഉള്ളിൽ കയറാം. ഹായ് ചേട്ടാ. നമസ്കാരം. എന്താ പേര്? എൻ്റെ പേര് ഹബീബ് റഹ്മാൻ. സ്ഥലം കൊല്ലങ്കോട് തന്നെയാണ്. ഓക്കെ, ചേട്ടൻ തന്നെ ഈ വണ്ടിയുടെ സാരഥിയില്ലേ? ഓക്കെ ഓക്കെ. എങ്ങനെയുണ്ട് ഭാരത് ബെൻസ്? സൂപ്പറാണ് സാധനം. ആൾക്കാരും ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് പോയിട്ട് വരുന്നുണ്ട്. എല്ലാവരും നല്ല അഭിപ്രായമാണ്. നല്ല അഭിപ്രായമാണ്. ഓക്കെ ഓക്കെ, അതാണ് ആവശ്യം. ഞാൻ ജസ്റ്റ് ഒന്ന് ഉള്ളിൽ നിന്ന് കാട്ടി കൊടുക്കട്ടെ. അപ്പോൾ ജസ്റ്റ് ഞാൻ നമ്മൾ 10 ദിവസം മുന്നേ ചെയ്ത ആ വണ്ടിയിൽ എന്താ പേര്? കിഷോർ ട്രാവൽസിൻ്റെ കാണിച്ച അതേ സെറ്റപ്പ് തന്നെ, വേറെ ഒന്നുമില്ല. സീറ്റുകളാണെങ്കിലും കർട്ടൻസ് ആണെങ്കിലും ഒക്കെ സെയിമാണ്, കൂടുതലൊന്നും ഇല്ല. എമർജൻസി എക്സിറ്റിൻ്റെ ഭാഗം, കർട്ടൻസ് ആകെ ഇരുട്ട് പോലെ തോന്നുന്ന വേറെ ഒന്നുമില്ല. കർട്ടനൊക്കെ ഇങ്ങനെ മൂടി ഇട്ടേക്കാണ്, അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ലേറ്റ് ഇട്ടുണ്ട്. അപ്പോൾ ഇൻറ്റീരിയർ കാഴ്ചകൾ ഇങ്ങനെയൊക്കെയാണ്. നല്ല അടിപൊളി മാറ്റൊക്കെ വിരിച്ചിട്ട് ഉണ്ട്. നല്ല പ്രീമിയം വണ്ടിയാണ്. അതുപോലെ ഫയറിൻ്റെ യൂണിറ്റ് ഒക്കെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഏസിയുടെ വെൻറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെയാണ് കൊടുത്തിട്ടുള്ള, ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. സീറ്റ് ബെൽറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാ സീറ്റിലും സീറ്റ് ബെൽറ്റ് ഉണ്ട്. അതുപോലെ ചാർജിങ് പോർട്ടൽസ് ഉണ്ട്. പുഷ് ബാക്ക് സീറ്റുകളാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ കാലൊക്കെ വെച്ച് ഇരിക്കാനും അടിയിൽ ഫയറസ്റ്റ് കുഷ് കൊടുത്തിട്ടുണ്ട്. പിന്നെ കാലൊക്കെ ചവിട്ടിയിരിക്കാനും സെറ്റപ്പ് ഉണ്ട്. പിന്നെ ബുക്ക് ഹോൾഡർ, അതുപോലെ തന്നെ ബോട്ടിൽ ഹോൾഡർ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ കൂടുതൽ വിശാലമായിട്ട് അധികം ഇതിലേക്ക് കിടക്കാത്ത വേറൊന്നുണ്ടല്ല. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഇപ്പോൾ ഞാനിപ്പോൾ അടുത്ത് 10 ദിവസം മുന്നേ ചെയ്തപ്പോൾ ഞാൻ വ്യക്തമായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ സ്പെക്ക് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി എന്തെങ്കിലും നമുക്ക് ഇതിലിപ്പോൾ എന്താ പറയുക, സ്പെഷ്യലായിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് പറയാന്ന് പറഞ്ഞാൽ അതൊരു പ്രീമിയം കാറ്റഗറി 45 സീറ്ററിന്റെ ഒരു ഭാരത് ബെൻസ് ആണ്, ഗ്ലൈഡറാണ്. പിന്നെ നിങ്ങൾ മുന്നേ ഗ്ലൈഡറിന്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതെ കൂടുതൽ ഫ്രണ്ടും കൂടി എയർ സസ്പെൻഷൻ ആണ്. ഫ്രണ്ട് എയർ ആണല്ലേ? സസ്പെൻഷൻ ആണ്. മറ്റേത് ഏവിലർ ആയിരുന്നു. അതുപോലെ സീറ്റ് എന്ന് പറയുമ്പോൾ സീറ്റ് സെമി സ്ലീപ്പർ ആണ്. സെമി സ്ലീപ്പർ സീറ്റ് ആണ്. നമുക്ക് ഇങ്ങനെ ഇത്രത്തോളം നമുക്ക് ഇതിൽ നിൽക്കുന്നുണ്ട്. ഓക്കെ, സെമി സ്ലീപ്പർ സീറ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഇത് അത്യാവശ്യം നമ്മൾ ഈ വണ്ടിക്കകത്ത് മ്യൂസിക് സിസ്റ്റം ഒക്കെ അത്യാവശ്യം ചെയ്തിട്ടുണ്ട്. സ്പീക്കറും കാര്യങ്ങളും, പിന്നെ കോർഡ്ലെസ് മൈക്കും വയർ മൈക്കും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പൊ ട്രിപ്പ് പോകാൻ സജ്ജാണല്ലോ? അത്യാവശ്യം ട്രിപ്പ് ഓടി തുടങ്ങി. വണ്ടി ഓടാൻ തുടങ്ങിയിട്ട് 1 മാസം കഴിഞ്ഞു ട്രിപ്പ് ഓടി തുടങ്ങി. കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നമ്മള് ചെയ്തിട്ടുണ്ട്. ഇതിന് റിട്ടാർഡ് ഉണ്ടോ? വണ്ടി റിട്ടാർഡുള്ള വണ്ടി, ഫുൾ ഓപ്ഷൻ വണ്ടി, ഫുൾ ഓപ്ഷൻ വണ്ടി എടുത്ത്. ഫ്രണ്ട് എയർ സസ്പെൻഷൻ ആണ്. അതെന്തായാലും നന്നായി. ഒരു പ്രീമിയം സെഗ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മള് പാലക്കാട് ജില്ലയില് പ്രീമിയം ആയി വരുന്നുള്ളൂ. പക്ഷെ എങ്കിലും പോലും ആവുന്നുണ്ട്. ഒരു 6 മാസം കൊണ്ടത് ക്ലിയർ ആയിക്കോളും എന്നൊരു വിശ്വാസമുണ്ട്. നമ്മളിന്ന് നെക്സ്റ്റ് ഒരു മൾട്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതും കൂടി ഇനിയിപ്പോ നമ്മളെ പ്രേക്ഷകർ അറിയട്ടെ. മൾട്ടി ഓൾവോ ഒന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് ഒരെണ്ണം എടുക്കും. ആഗ്രഹമാണ്, നമ്മളത് നിറവേറ്റും. ഓക്കെ ഓക്കെ. അപ്പോൾ അതൊക്കെയാണ് പ്ലാനിങ്ങുകൾ. എല്ലാം നടക്കട്ടെ. അപ്പോൾ സർവേശ്വരൻ എല്ലാം നടത്തി തരാൻ സഹായിക്കട്ടെ. അതെ. അപ്പോൾ ജസ്റ്റ് അർബാനയുടെ ഒന്ന് തുറന്നു തരും. ഞാൻ അതുകൂടി ഒന്ന് കാണിച്ച് അങ്ങനെ അവരെ കൂടി ഒന്ന് കാട്ടിയിട്ട് വീഡിയോ വൈൻഡപ്പിക്കാം. അപ്പോൾ ചേട്ടാ, അപ്പോൾ അതൊക്കെയാണല്ലോ വിശേഷങ്ങൾ. അപ്പോൾ എന്തായാലും ഓട്ടങ്ങളൊക്കെ സെറ്റായിട്ട് വരട്ടെ. നന്നായിട്ട് ഓട്ടങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അപ്പോൾ ഇതൊക്കെയാണ് വണ്ടിയുടെ ഉള്ളിലത്തെ വിശേഷങ്ങൾ. ഇനി ജസ്റ്റ് മറ്റേ വണ്ടി കൂടി ഒന്ന് കാട്ടിയിട്ട് അങ്ങനെ വൈൻഡപ്പിക്കാം. നമ്മളന്ന് ഇറങ്ങിയിട്ട് നമ്മൾ അർബാനിയിലേക്ക് കയറി. അർബാനിയെ ജസ്റ്റ് ഒന്ന് കാട്ടിത്തരാം. ഇത് അവരുടെ ഒരു പ്രീമിയം വണ്ടിയാണ്. പിന്നെ അറിയാമല്ലോ, പ്രീമിയം വണ്ടി എന്നാ വെച്ചാൽ പലരും അർബാനിയെ ഇപ്പോൾ പൊളിച്ച് വേറെ രീതിയിലൊക്കെ പണിയുന്നുണ്ട്. ഇൻറ്റീരിയറൊക്കെ വേറെ രീതിയിലൊക്കെ ആക്കുന്നുണ്ട്. ഈ വണ്ടി നമ്മളൊരു അർബാനിയെ 3-4 ചെയ്തിട്ടുള്ളതാണ്. പഴയ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, പഴയ വീഡിയോ കുറേ നമ്മൾ ചെയ്തിട്ടുണ്ട് അർബാനിയുടെ. അതിലൊരു വീഡിയോ നമ്മൾ അപ്ലോഡ് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അന്ന്. പക്ഷേ ആ ചില വണ്ടികൾ അതിൽ പണിതിട്ടുള്ള വണ്ടികളുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നല്ല സീറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. എടുക്കുക, ഓടുക എന്നുള്ള സംഭവം തന്നെ വേണ്ടു. കാരണം അത്യാവശ്യം അർബാനിയ നല്ല പണിതിട്ട് തന്നെയാണ് എല്ലാം ചെയ്തിട്ട്. എല്ലാം ഉണ്ട് ഇതിൽ സെറ്റപ്പ്. പിന്നെ കൂടുതൽ അഡീഷണൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നല്ലൊരു വണ്ടി. അപ്പോൾ ഇതിലെന്താ പ്രത്യേകതകൾ കാര്യങ്ങളൊക്കെ? മാറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട്. നന്നായിട്ടുണ്ട് വണ്ടി. പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ അത്യാവശ്യം ഓട്ടം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. കുഴപ്പമില്ല, നമുക്ക് അത്യാവശ്യം ട്രിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വണ്ടി എന്ന് പറഞ്ഞാൽ കേരളത്തില് എയർ ബാഗ് സിസ്റ്റം ഉള്ള ആദ്യത്തെ വണ്ടിയാണ്. കേരള ഈസ് നമ്പർ ഫസ്റ്റ് എയർ ബാഗ് ഉണ്ട്. എയർ ബാഗ് സിസ്റ്റം ഉള്ള വണ്ടിയാണ്. അത് എവിടെയൊക്കെയായിട്ടാണ്?
എയർ ബാഗ് സിസ്റ്റം. അത് എയർ ബാഗ് മറ്റേ വണ്ടികളിലൊന്നും എയർ ബാഗ്, മറ്റുള്ള വണ്ടികളൊന്നും എയർ ബാഗ് ഇല്ലാത്ത വണ്ടിയാണ് ഇത്. നിലവിൽ 1-2 എയർ ബാഗുള്ള വണ്ടിയാണ്. പിന്നെ അത്യാവശ്യം മ്യൂസിക് സിസ്റ്റം ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. കോഡ്ലെസ് മൈക്ക് ഉണ്ട്, കാര്യങ്ങളുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. കസ്റ്റമർക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള അത്യാവശ്യം യാത്ര ചെയ്യാനുള്ള സംവിധാനം എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. അതാണ്. ഇത് എത്ര പേർക്ക് ഇരുന്ന് പോലെ? 16 പേരുടെ വണ്ടി, 16 സീറ്റുള്ള വണ്ടിയാണ്. പ്രീമിയം കാറ്റഗറിയാണ്. അതെ, നല്ല സൗകര്യമാണ്. ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ലെഗ് സ്പേസ് ആണ്. ഈ സീറ്റിന്റെ ലെഗ് സ്പേസ് ആണ് ഈ അർബാനയിലെ ഏറ്റവും ഹൈലൈറ്റ്. കസ്റ്റമർക്ക് കംഫർട്ടായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാം. അതാണ് ഏറ്റവും ഹൈലൈറ്റ്. അല്ലാതെ നമ്മൾ കുറെ ലൈറ്റും കാര്യങ്ങളൊക്കെ വാരി വലിച്ച് ചെയ്തിട്ട് അതിന്റെ ഒന്നും ഈ വണ്ടിക്ക് അതിന്റെ ആവശ്യമില്ല. നമ്മളത് ട്രാവലറിന്റെ അപ്പൊ നമുക്ക് ഈ അർബാനയെ സംബന്ധിച്ച് അതിന്റെ ആവശ്യമില്ല. നമുക്ക് അത്യാവശ്യം വേണ്ടത് കസ്റ്റമർക്ക് ഒരു മ്യൂസിക് സിസ്റ്റം, പിന്നെ മൈക്ക്, ഇതിന്റെ ഒരു സ്റ്റാൻഡേർഡ് വെച്ചിട്ട് നമ്മൾ ഒരുപാട് പണിത് അതൊരു ട്രാവലറിന്റെ ഒരു ആ ഒരു ഇതിക്ക് പോകും. അതുകൊണ്ട് നമ്മളൊരു പ്രീമിയം ആയിട്ട് കൊണ്ട് നടന്നു. വണ്ടി വന്നിട്ട് ഏകദേശം 1 വർഷം കഴിഞ്ഞു. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ കുറെ ആൾക്കാർ ഇങ്ങനെ പണിയുണ്ട്. അതിന്റെ ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ അർബാനയ്ക്ക് അതിന്റെ ആവശ്യമില്ല. പ്രീമിയം ആ ഒരു പ്രീമിയത്തിൽ നിന്ന് വിട്ട് പോവാണ്. അത് പലരും ചെയ്യുന്നുണ്ട്, കുറ്റം പറഞ്ഞല്ല. ശരിയാണ്, എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ അത് സിംഗിൾ ആയിട്ട് ഇരിക്കുന്ന ഇതാണ്. അപ്പൊ അവിടെയൊക്കെ അത്രയും സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങള്, വിശേഷങ്ങള്. അപ്പൊ നമുക്ക് വീഡിയോ വൈൻഡ് ചെയ്യാം. നമ്മുടെ പണിക്കാര് നമ്മുടെ നിങ്ങൾ പറഞ്ഞില്ല, നമ്മുടെ മാനേജറൊന്നും ആവശ്യമില്ല. നിങ്ങളുടെ അല്ലെ ജോലിക്കാരെന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ വീട്ടിലെ അംഗത്തെ പോലെയാണല്ലോ എല്ലാവരും. ഞങ്ങളിവിടെ പണിക്കാര് മുതലാളി എന്നുള്ളൊരു ഇത് കാണുന്നൊക്കെ എന്റെ വണ്ടി തന്നെയാണ്. പക്ഷെ ഞങ്ങളിവിടെ പണിക്കാര് ഓണർ എന്നുള്ളൊരു ഇതൊന്നും ഇവിടെ ഇല്ല. ഇവിടെ എല്ലാവരും ഒരുപോലെയാണ്. ഞാൻ ഈ നില എത്തണമെങ്കിൽ അതിന്റെ ഫുൾ ഉത്തരം കംപ്ലീറ്റും പണിക്കാർക്ക് തന്നെയാണ്. ഞാൻ അതിലേക്ക് വരാം. എന്തായാലും അവരെ ഒന്ന് പരിചയപ്പെടുത്തണം. മാറ്റമില്ല എന്തായാലും. ഈ ചേട്ടൻ ഈ വണ്ടി ഓടിക്കുന്നത് എന്താ പേര് ചേട്ടൻ? പ്രതീഷ്. സ്ഥലം ഇവിടെ കൊല്ലങ്കോട് തന്നെ. അതെ അല്ലേ. എങ്ങനെയുണ്ട് വണ്ടി? വേറെ ലെവലല്ലേ. അതെ. അർബാന എന്ന് പറയുമ്പോൾ നോക്കേണ്ട കാര്യമൊന്നുമില്ല. കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആണ്. എല്ലാരും നല്ല അഭിപ്രായം പറയണേ അല്ലേ? വണ്ടി ഇപ്പോ 1 വർഷം ആകുമ്പോഴേക്കും 52,000 കിലോമീറ്റർ ഓടിയല്ലേ. ഓക്കെ. അപ്പൊ എന്തായാലും കാണാം. ഞാൻ മറ്റവരൊക്കെ ഒന്ന് കാണിക്കട്ടെ. അവരെ കൂടി ഒന്ന് കാണിച്ചിട്ട് വീഡിയോ അങ്ങനെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് വയ്യാട്ടയുടെ വിശേഷങ്ങൾ, കാഴ്ചകളൊക്കെ. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നതിന് മുന്നേ നമുക്ക് നമ്മുടെ വയ്യാട്ടയുടെ സ്റ്റാഫ്സിനൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഇവിടെ എല്ലാവരും ഉണ്ട്. നമസ്കാരം ചേട്ടാ. അപ്പോൾ ചേട്ടനെ പരിചയപ്പെടുത്തിയതാണല്ലോ. അപ്പോൾ ഓരോരുത്തരായിട്ട് ഞാൻ പരിചയപ്പെടുത്തി തരാം കേട്ടോ. അതില് എന്താ പേര് ചേട്ടൻ്റെ? രാജേഷ്. ഇവിടെ കൊല്ലങ്കോട് തന്നെ അല്ലേ? എന്താ ഷെഫീർ. ഇവിടെ തന്നെയാണല്ലേ കൊല്ലങ്കോട്. ഷെഫീഖ് നമ്മുടെ ഇതില് ഡ്രൈവറാണല്ലേ? നമ്മൾ നേരത്തെ സംസാരിച്ചു. ഗ്ലൈഡർ ഓടിക്കണല്ലേ? ചേട്ടൻ അർബാനിയ അല്ലേ? പ്രതീക്ഷ നേരത്തെ പറഞ്ഞു. ഓടിക്കണു അല്ലേ ചേട്ടൻ? ഈ സ്ഥലം കൊല്ലങ്കോട് തന്നെയാണല്ലേ? വർക്ക് ചെയ്യുന്നതാണ്. ഓക്കെ. ഏത് വണ്ടി? അതെ അല്ലേ? ഓക്കെ. ചേട്ടൻ അവിടെ സ്റ്റാഫാണല്ലേ? ഓക്കെ. അപ്പോൾ എങ്ങനെയുണ്ട് ഇദ്ദേഹത്തിന്റെ കൂടെയുള്ള 10-20 വർഷം? 20 വർഷമൊക്കെ ആയോ നിങ്ങള്? ആയിട്ടില്ലേ? ആയിട്ടുള്ളൂ അല്ലേ? പിന്നെ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. എങ്ങനെയുണ്ട്? ഉഷാറാണ്. എല്ലാത്തിനും സപ്പോർട്ടിംഗ് ആണ്. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരുന്ന ആളാണ്. വണ്ടിക്ക് എന്ത് വേണം വെച്ചാലും ചെയ്ത് ഭയങ്കര സപ്പോർട്ടിംഗ് ആണ്. ഓക്കെ. അപ്പൊ ഇനിയും വണ്ടികൾ വരുന്നുണ്ടെന്നാണ് ആള് പറയണേ. വണ്ടികൾ നിറയെ വരണം. അതെ. എല്ലാരും നല്ല എന്താ പറയാ സപ്പോർട്ടീവ് ആയിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ. അതെ. കുറച്ച് കാര്യങ്ങൾ പുറത്തു പോയതുകൊണ്ട്. ഓക്കെ. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് എല്ലായിടത്തും. എല്ലാവരും ഇതുപോലെ തന്നെ ഒന്നായിട്ട് നല്ല സന്തോഷത്തിൽ തന്നെ മുന്നോട്ട് പോവുക. ചേട്ടാ അങ്ങോട്ട് കയറി നിൽക്ക്. അപ്പോൾ നമുക്ക് വീഡിയോ അങ്ങനെ വൈൻഡപ്പ് ഒക്കെ ചെയ്യാം. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരെയാണ്. അപ്പോൾ പുതിയ വണ്ടിയൊക്കെ എടുക്കുമ്പോൾ നമ്മളെ വിളിക്കൂ, വരാം. എല്ലാ ആശംസകളും നേരെയാണ്. ഓക്കെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ ചെറിയൊരു ഡ്രൈവ് ഉണ്ട്. നമ്മളെ വണ്ടി എല്ലാ വണ്ടി എടുത്ത് നമുക്ക് ഓടിച്ച് വീഡിയോ ചെയ്യുന്ന ചാനലാണല്ലോ. അപ്പോൾ ഡ്രൈവ് പോവാം.
സൂപ്പർ വണ്ടിയായിരുന്നു. ഇത് ഫുൾ എയർ തന്നെയാണ്, അത് ഫുൾ എയർ തന്നെയാണ് കേട്ടോ. ലൈലന്റ് ഓടിച്ചിട്ട് പിന്നെ ഈ ഭാരത് ബെൻസിൽ ഓടിക്കുന്ന ആളുകളൊക്കെ നമുക്ക് സ്ഥിരം ഓടിക്കാൻ കുഴപ്പമില്ല. ഈ ഷിഫ്റ്റിങ്ങിന്റെ ഒരു ചെറിയൊരു ലാഗ് ഇങ്ങനെ വരും. അത് ശ്രദ്ധിച്ചിട്ട് വേണം ഇങ്ങനെ ഓടിക്കാൻ. നല്ല അടിപൊളി റോഡൊക്കെ ഒന്ന് കാട്ടി. ഞാൻ കൂടുതൽ വണ്ടിയെ കുറിച്ചുള്ള അഭിപ്രായമൊന്നും പറയുന്നില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഡ്രൈവ് മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മൾ ലൈറ്റർ ഇപ്പോൾ എയർ ഇല്ലാത്തൊരു വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു അതിനേക്കാളും നല്ലത് ഫുൾ എയറുള്ള വണ്ടിയാണ്. ഓടിക്കാനൊക്കെ നല്ല സുഖമാണ്. ഉണ്ട് പിന്നെ അതിന് അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം YRT ഹോൾഡേഴ്സിനെ. നമുക്ക് വണ്ടി എവിടെയെങ്കിലൊക്കെ ഇട്ട് കൊടുക്കാം. നമ്മുടെ ഷെഡ് ആവാറായി. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ നമ്മുടെ കോമ്പേഴ്സ് എല്ലാം നല്ല സപ്പോർട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ എല്ലാവർക്കും എല്ലാ ആശംസകളും ഒരിക്കൽ കൂടി നേരെയാണ്. YRT ഹോൾഡേഴ്സ് കൊല്ലങ്കോട്. അപ്പൊ പാക്കേജ് ഓട്ടങ്ങൾ കാര്യങ്ങളെല്ലാം കൊടുക്കുക. നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ ഇടുന്നതായിരിക്കും. സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഒരുപാട് വണ്ടികൾ എനിക്ക് എടുക്കാൻ പറ്റട്ടെ. അപ്പോൾ ഇവിടെ തന്നെ മറ്റൊരു ഗംഭീര വീഡിയോ ആയിട്ട് വരാമായിരിക്കും. തൽക്കാലം ബൈ, നമസ്കാരം.